CPIM പാർട്ടി കോൺഗ്രസിന്റെ രണ്ടാം ദിവസമായ ഇന്ന് രാഷ്ട്രീയ പ്രമേയത്തിന്മേലും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലും പൊതുചർച്ച നടക്കും. ചർച്ചയ്ക്ക് PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് നാളെ മറുപടി പറയും. തുടർന്ന് രാഷ്ട്രീയ പ്രമേയവും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും സമ്മേളനം പാസാക്കും. ഇന്ന് വൈകിട്ട് ഫെഡറലിസം ഇന്ത്യയുടെ കരുത്ത് എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തുടങ്ങിയവർ പങ്കെടുക്കും. വിവരങ്ങളുമായി മധുരയിൽ നിന്ന് സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഇന്നലെ പ്രകാശ് കാരാട്ട് പറഞ്ഞതുപോലെ പുതിയ ഇന്ത്യക്കായി വിശാല ഐക്യം രൂപപ്പെടുത്താൻ ആ വിശാല ഐക്യത്തിനായി കോൺഗ്രസ് നിലപാടുകൾ എടുക്കും. ഇന്ന് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് അവതരിപ്പിക്കും, നാളെ മറുപടിയും പറയും. എന്താണ് ഇന്ന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു കാര്യങ്ങൾ? സിജു, പാർട്ടി കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകളിലൂടെയാണ് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്. കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ച പ്രതിനിധികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഈ ഗ്രൂപ്പ് ചർച്ച അവസാനിച്ചിരുന്നു. ഈ ഗ്രൂപ്പ് ചർച്ചയിൽ നിന്നും ഓരോ ഘടകങ്ങളും പൊതു ചർച്ചയിൽ ഉന്നയിക്കേണ്ട ആവശ്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളാണ് ഇന്ന് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിനിധികൾ മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ നിന്നും കേരള ഘടകത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 8 പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്കൊപ്പം തന്നെയാണ് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട്, പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും നടക്കുന്നത്. രണ്ടും ഒരുമിച്ചാണ് ചർച്ച നടക്കുന്നത്. ഈ ചർച്ച പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും സംഘടനാ റിപ്പോർട്ടിന്റെ അവതരണം പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഈ സമ്മേളന അജണ്ടയിൽ. പ്രതിനിധി സമ്മേളന ഹാളിന് പുറത്ത് വൈകുന്നേരം നടക്കുന്ന ഫെഡറലിസത്തെ സംബന്ധിച്ച സെമിനാറാണ് മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി. തീർച്ചയായും ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ, BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കുള്ള അവകാശങ്ങളെല്ലാം തന്നെ കവർന്നെടുക്കുകയും ഫെഡറലിസം തകർക്കുന്ന നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി തന്നെ രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായ പ്രതിഷേധമുയർത്തുന്ന 2 സംസ്ഥാനങ്ങളാണ്, ഒന്ന് കേരളവും മറ്റൊന്ന് തമിഴ്നാടും. ഈ 2 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു ദേശീയ പ്രാധാന്യത്തിലേക്ക് തന്നെ ഈ സെമിനാർ മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കർണാടക സന്തോഷാണ് മധുര കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. മധുര കോൺഗ്രസിന്റെ രണ്ടാം ദിനമാണ് ഇന്ന്.